അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലം ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലികദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന് ശേഷം ജീവിതത്തിൻ്റെ വിശാലമായ മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കടമകളെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. മതം എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. മതം പരിപൂർണമായ ഉത്തരവാദിത്തമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ വാക്ക്, വിചാര, പ്രവർത്തനങ്ങളെല്ലാം തന്നെയും അള്ളാഹുവിൻ്റെ മുന്നിൽ സമാധാനം ബോധിപ്പിക്കേണ്ടതാണ്. ആ നിലയിൽ അത് കൃത്യമായ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ജോലികൾക്കിടയിൽ ലഭിക്കുന്ന വിശ്രമവേളകൾ, അതുപോലെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഉറക്കം, മാനസികമായ ഉന്മേഷത്തിനുള്ള സാഹചര്യങ്ങൾ, അതേപോലെ ഗവൺമെൻറ് ജീവനക്കാർക്കും മറ്റുമൊക്കെ ലഭിക്കുന്ന റിട്ടയർമെൻറ്റ് കാലാവധി അല്ലെങ്കിൽ ആ കാലം, ഇവയൊക്കെയും നമ്മൾ ഉപയോഗിക്കുന്ന രംഗങ്ങളിൽ പലപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതെ നമ്മൾ പോകുന്നുണ്ട്. ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു അടിച്ചുപൊളിയും ആഘോഷവും ഒക്കെയായി ആക്കി വരുന്ന പ്രവണത സമൂഹത്തിൽ ഏറി വരികയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനുഷ്യ ജീവിതത്തിൻ്റെ ശുദ്ധമായ പ്രകൃതിയോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതി നമ്മോട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് മതശാസനയായി, ഹറാമായി, ഹലാലായി, അള്ളാഹുവിൻ്റെ കൽപ്പനയായി മതം നമ്മളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി, സത്യസന്ധമായി തന്നെ മതത്തിൻ്റെ കൽപ്പനകളെ പിന്തുടരുക എന്നത് വിശ്വാസികളുടെ മേൽ ബാധ്യസ്ഥമായിട്ടുള്ള കാര്യമാണ്. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറ റൂമിലെ 30-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നീ നിന്റെ മുഖത്തെ റജുമാനസ്കനായ നിലയിൽ, വക്രതയില്ലാത്തവനായി മതത്തിലേക്ക് നീ തിരിച്ചു നിർത്തണം. ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ,
മനുഷ്യരെ ഏതൊരു ശുദ്ധമായ പ്രകൃതിയിലാണോ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, ആ ശുദ്ധമായ പ്രകൃതി തന്നെയാകുന്നു അള്ളാഹുവിൻ്റെ മതം എന്ന് പറയുന്നത്. ലാ തബ്ദീല ലി ഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥയിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം എന്ന് പറയുന്നത്. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, എന്നാൽ ജനങ്ങളിൽ അധിക ആളുകൾക്കും അതിനെ സംബന്ധിച്ച് അറിയുകയില്ല. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ശുദ്ധമായ പ്രകൃതിയിലേക്ക്, ആ പ്രകൃതിയിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ശുദ്ധ പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാക്കുക സാധ്യമല്ല. പടച്ചവന്റെ സൃഷ്ടി സംവിധാനത്തിലുള്ള സംശുദ്ധതയെ അള്ളാഹു അടിവരയിട്ടു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഒരു ദീൻ അതേ ശുദ്ധമായ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. അവിടേക്ക് നീ നിന്റെ മുഖത്തെ, നിന്നെ നീ തിരിച്ചു നിർത്തുക എന്നതാണ്. സംശുദ്ധമായ രീതിയിൽ നീ അത് ഉൾക്കൊള്ളുക. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച മുഫസ്സിറുകൾ, അതിൽ ഇബ്നു ഖയ്യിം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയാണ്, ഫഇൻകാമത്തുൽ വജ്ഹി എന്ന് പറഞ്ഞത് ലിദ്ദീനി ഹുവ ഇഫ്രാദു തലബഹു ബിഹൈസു ലാ യബ്ഖി ഫിൽ ഖൽബി ഇറാദത്തു ലിഗൈരി, മതത്തിലേക്ക് നിന്റെ മുഖം തിരിച്ചു നിർത്തുക എന്നതിൻ്റെ താല്പര്യം മറ്റൊന്നിനോടുള്ള ആഗ്രഹം ഹൃദയത്തിൽ അവശേഷിപ്പിക്കാത്ത വിധം പരിപൂർണമായി അള്ളാഹുവിലേക്ക് നീ തിരിഞ്ഞു നിൽക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ ഒരു ഭാഗത്തുള്ളപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തള്ളിക്കളയാം എന്ന രീതിയാകാതെ അതിന് ഉപോത്ബലകമായി മറ്റെന്തെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ അതിനെ പിന്തുടരാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകളിലേക്ക്, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശത്തിലേക്ക് നീ തിരിയുക എന്നതാണ് ഫഹക്കിം വജ്ഹക ലിദ്ദീൻ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് അദ്ദേഹം പറയാണ്. ഹനീഫൻ എന്ന ആയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാക്കിനെ വ്യാഖ്യാനിച്ച ഇമാം സഅദി അദ്ദേഹം രേഖപ്പെടുത്തി മുഖബീലൻ അലല്ലാഹ്, അള്ളാഹുവിലേക്ക് തിരിയുക എന്നതാണ്. ഫീ ദാലിക മുഅ്രിദൻ അമ്മാ സിവാഹു, അള്ളാഹു ഒഴികെ മറ്റെന്തെല്ലാം ഉണ്ടോ, മറ്റെന്തെല്ലാം കൽപ്പനകളും നിർദ്ദേശങ്ങളുമായിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് നീ തിരിയുക, പടച്ചവന്റെ കൽപ്പനകളെ നീ സ്വീകരിക്കുക. അതാണ് ഈ ദീൻ എന്നതിൻ്റെ താല്പര്യം. അള്ളാഹുവിൻ്റെ കൽപ്പനയും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും അതേ ശുദ്ധമായ പ്രകൃതി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുടിക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഏറ്റുമുട്ടൽ അവിടെയില്ല. എല്ലാം യോജിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മതമനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. മനുഷ്യരായ ആളുകൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം പ്രകൃതത്തോട് തന്നെ ചെയ്യുന്ന ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. അതൊരു വലിയ തെറ്റാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. അവിടുത്തെ മതപരമായിട്ടുള്ള ശാസനകളെ നമ്മൾ വലിയ താല്പര്യപൂർവ്വം നമ്മൾ കാണുന്നില്ല. നമ്മൾ അവഗണിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിസ്മരിച്ചു പോകുന്ന കടമകളുടെ ഭാഗമാണതൊക്കെയും. ഖുർആനിലെ 78-ാമത്തെ അധ്യായം സൂറ നബയിലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എണ്ണി പറയുന്നുണ്ട്. അത് ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്: വജഅൽനാ നൗമക്കും സുബാത്ത, അള്ളാഹു നിങ്ങൾക്ക് ഉറക്കിനെ വിശ്രമമാക്കി തന്നില്ലേ? പടച്ചൻ ചോദിക്കുകയാണ്. വജഅൽന ലൈല ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് അള്ളാഹു വസ്ത്രമാക്കിയില്ലേ? വജഅൽന നഹാറ മആശ, പകലിനെ ജീവസന്ധാരണ വേളയായി, അധ്വാനത്തിനുള്ള ഒരു വേളയായി പകലിനെ നിശ്ചയിച്ചു തന്നില്ലേ എന്നിങ്ങനെ അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. ഉറക്കവുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളെ ഖുർആനിൽ നമുക്ക് വേറെയും വായിക്കാൻ കഴിയും. എന്തിനാണത് പറയുന്നത്? ഉറക്കവുമായിട്ടുള്ള അല്ലെങ്കിൽ ഉറക്കം മനുഷ്യന് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ ഏത് രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ഖുർആനിലെ 30-ാമത്തെ ഈ ഓതിവച്ച അധ്യായത്തിലെ തന്നെ 23-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം: വമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് മനാമുക്കും, നിങ്ങളുടെ ഉറക്ക് എന്ന് പറയുന്നത്, ബിൽ ലൈലി വന്നഹാർ, അതേപോലെ തന്നെ രാത്രിയും പകലും എന്ന് പറയുന്നത്,
വബിത്തിഗാഉക്കും മിൻ ഫളലി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ തേടുന്ന ജീവസന്ധാരണ വേളയിൽ നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ അധ്വാനത്തിനുള്ള അവസരവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യസ്മഊൻ, കേട്ടു മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം മഹത്തായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നതാണ്. ഖുർആൻ മറ്റൊരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, 28-ാമത്തെ അധ്യായം സൂറ ഖസസിലെ 71, 72 വചനങ്ങൾ. കുൽ അറഅയ്തും, പറയുക പ്രവാചകരെ, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ, അള്ളാഹു നിങ്ങളുടെ മേൽ രാത്രിയെ ശാശ്വതമാക്കി കഴിഞ്ഞാൽ, ഇലാ യൗമിൽ ഖിയാമത്തി, പുനരുദ്ധാന നാൾ വരെ പകലില്ലാതെ രാത്രി മാത്രമായി കഴിഞ്ഞാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാതെ മറ്റേതൊരു ഇലാഹാണ്, ആരാധ്യനാണ്, യഅതീകും ബിളിയാഇൻ, നിങ്ങൾക്ക് വെളിച്ചത്തെ കൊണ്ടുവരാൻ തരാനുള്ളത്, അഫലാ തസ്മഊൻ, അപ്പോൾ നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? തൊട്ട് താഴെ പറയാണ്, കുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ, അവരുടെ പകലിനെ സംബന്ധിച്ച് അവർ ആലോചിക്കുന്നില്ലേ? ആ പകൽ അവരുടെ മേൽ ശാശ്വതമായി പോയാൽ, ഇലാ യൗമിൽ ഖിയാമത്തി, പുനരുദ്ധാന നാൾ വരെ പകലു മാത്രമാണ് എങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാതെ വേറെ ഏത് ഇലാഹാണ് അവർക്കുള്ളത്, യഅതീകും ബില്ലൈലി തസ്കുനൂ ഫീഹി, അവർക്ക് വിശ്രമിക്കാനായി രാത്രിയെ കൊണ്ടുവന്ന് തരാനായി മറ്റേത് ഇലാഹാണ് അവർക്കുള്ളത്, അഫലാ തുബ്സിറൂൻ, അപ്പോൾ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? ഇതെല്ലാം മഹത്തായിട്ടുള്ള അനുഗ്രഹമായിട്ട് പറയാം. തൊട്ട് താഴെ അല്ല പറയാം, വമിൻ റഹ്മത്തിഹി, അവന്റെ കാരുണ്യമാണട്ടോ, ജഅല ലക്കുമുൽ ലൈല വന്നഹാറ, രാത്രിയെയും പകലിനെയും നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു എന്നത്, ലി തസ്കുനു ഫീഹി, നിങ്ങൾ വിശ്രമിക്കുന്നതിന് വേണ്ടി, വലി തബ്തഗു മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടി നിങ്ങൾ നിങ്ങളുടെ ജീവസന്ധാരണ വേളയായി പകലിനെ നിശ്ചയിച്ചു തന്നതും, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ. എത്ര കൃത്യമായിട്ടാണിത് പറയുന്നത്. എന്താണ് ഇവിടെ നമ്മൾ രാത്രിയിൽ ചെയ്യുന്ന പാതകം എന്ന് പറയുന്നത്? നമ്മുടെയൊക്കെ വീടുകളിൽ രാത്രിയിലെ സമീപനം, വീടിൻ്റെ അവസ്ഥ എന്താണ്? 12 മണിക്കും ഉറങ്ങാത്ത വീടകങ്ങൾ. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ അതൊരു പുത്തിരിയല്ല, ഒരു അത്ഭുതമൊന്നുമല്ല. നമ്മുടെയൊക്കെ ഓൺലൈനിൽ എടുത്ത് നോക്കിയാൽ അറിയാൻ കഴിയും എപ്പോഴാണ് കിടന്ന് ഉറങ്ങുന്നത് എന്ന്. ആ സമയത്ത് ആവശ്യമില്ലാത്ത എല്ലാ വിനോദങ്ങളും നമ്മളിങ്ങനെ കണ്ടു തീർക്കുകയാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ഇടപെടുന്ന നമ്മുടെ സമയം അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുത്തഫഖുൻ അലൈഹിയായി ബുഖാരിയും മുസ്ലിമും ഒക്കെ സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, അൻ അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകനായിരുന്നു, യക്റഹുൻ നൗമു, പ്രവാചകൻ ഉറക്കിനെ വെറുത്തിരുന്നു, ഖബലുൽ ഇശാ, ഇശായുടെ മുമ്പ് കിടന്നുറങ്ങാൻ പ്രവാചകന് വെറുപ്പായിരുന്നു, വൽ ഹദീസ ബഅദഹ, ഇശാക്ക് ശേഷം സ്വറ പറഞ്ഞിരിക്കുന്നതിനെയും പ്രവാചകൻ വെറുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ രാത്രിയിൽ ഇശാംസ്കാരം കഴിഞ്ഞ് എല്ലാവരും വട്ടം കൂടിയിരുന്ന് ലോകത്തുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഓരോരുത്തരും അവനവൻ്റെ ഡിവൈസായി ഏതെങ്കിലും മൂലയിൽ പോയിരുന്നിട്ട് അതിങ്ങനെ നോക്കി ആ കണ്ടു തീർക്കുന്ന പരിപാടി അള്ളാഹുവിൻ്റെ ദീനുമായി പൊരുത്തപ്പെടുന്നതല്ല. പടച്ചവൻ നിങ്ങൾക്ക് അനുഗ്രഹമായി തന്നു എന്ന് ഈ വചനങ്ങളിലൊക്കെയും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ആ അനുഗ്രഹങ്ങളെ നമ്മൾ ദുരുപയോഗം ചെയ്യലാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, യനാമു അവ്വലുൽ ലൈലി വയുഹീ ആഖിറഹു, രാത്രി നേരത്തെ ഉറങ്ങിക്കൊണ്ട് വളരെ നേരത്തെ തന്നെ ഉണരുക എന്നതാണ് പ്രവാചകന്റെ രീതി എന്ന് പറയുന്നത്. നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക, ആ ഒരു രീതിയെ നമ്മൾ പിന്തുടരുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, മൊബൈലും കമ്പ്യൂട്ടറും അവയിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന ബ്ലൂ ലൈറ്റുകൾ ശരീരത്തിലുണ്ടാക്കുന്ന വലിയ വ്യതിയാനങ്ങളെ സംബന്ധിച്ച് ഇന്ന് പുതിയൊരു അറിവൊന്നുമല്ല, ആദ്യമായിട്ട് നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുന്ന കാര്യവുമല്ല. നോക്കൂ നിങ്ങൾ, മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്
നമ്മുടെ ഉറക്കിനെ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. എന്നാൽ ഈ ബ്ലൂ ലൈറ്റിൻ്റെ സാന്നിധ്യം ആ ഹോർമോണിനെ ഇല്ലാതെ ആക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രത്യക്ഷമായി നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഈ പുതിയ തലമുറയിലെ കുട്ടികളുടെ മുഖത്ത് നോക്കിയാൽ മതി. എന്താ ഇതിൻ്റെ പ്രത്യേകത? മുഖത്ത് വല്ല പ്രശ്നമുണ്ടോ? എല്ലാവരും സദാ ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങികളെ പോലെ നിൽക്കുകയാണ്. അവിടെ കണ്ണുകളിൽ ഒരു ജീവസുറ്റ കണ്ണുകൾ നമുക്ക് കാണുന്നില്ല, തിളക്കമുള്ള കണ്ണുകളില്ല. അതൊരു പ്രശ്നമാണോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ അതിൻ്റെയൊക്കെ ഈ ഇത്തരം തെറ്റായ നടപടികളുടെ ഒരു അനന്തരഫലമായി നമ്മൾ കണ്ടുവരികയാണ്. കുട്ടികൾ ഉന്മേഷമില്ലാത്തവരായി വരുന്നു എന്നതാണ്. അതിന് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കം നിങ്ങളുടെ കൃത്യമല്ല എങ്കിൽ നിങ്ങളുടെ ഭക്ഷണവും കൃത്യമല്ല എന്നതാണ്. അപ്പോൾ ഭക്ഷണം കൃത്യമല്ലാതായി തീരുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. നമ്മുടെ ഒരു ആശങ്ക ഇതൊക്കെ ദീനിൽ വലിയ കാര്യമുള്ള കാര്യമാണോ എന്നതായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ വീണ്ടും ഞാൻ പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നലി റബ്ബിക്ക അലൈക്ക ഹക്കൻ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനോട് ബാധ്യതയുണ്ട്, കടമയുണ്ട് അള്ളാഹുവിനോട്. ആ കടമ നമ്മൾ പാലിക്കണം. വലി നഫ്സിക്ക അലൈക്ക ഹക്കൻ, അതേപോലെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയും കടമയുണ്ട്, ബാധ്യതയുണ്ട്, അത് നിങ്ങൾ നിറവേറ്റണം. വലി അഹ്ലിക്ക അലൈക്ക ഹക്കൻ, നിങ്ങളുടെ കുടുംബത്തോട് ചില ബാധ്യതയുണ്ട്, ആ ബാധ്യതയും നിങ്ങൾ നിർവഹിക്കണം. ഫഅഅതി കുല്ലദി ഹക്കിൻ ഹക്കഹു, അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം കടമകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ ആ കടമകളെല്ലാം നിങ്ങൾ നിറവേറ്റണം. ഒരു വിശ്വാസിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ആ കടമകളെല്ലാം കൃത്യമായി പാലിക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ ഉറക്കം അതിൻ്റെ ഭാഗമാണ്, അതേപോലെ നമ്മുടെ ഭക്ഷണം അതിൻ്റെ ഭാഗമാണ്. ഈ ഉറക്കവും ഭക്ഷണവും ഒക്കെ അത്തരം കാര്യങ്ങളിൽ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും എന്തെല്ലാം നിർദ്ദേശങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകൾ നിറവേറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടമായി, എൻ്റെ ഉറക്കമല്ലേ, എനിക്ക് ഇഷ്ടമുള്ളവണ്ണം അങ്ങോട്ട് ഉറങ്ങാം എന്നുള്ള രീതിയിലും അതല്ലെങ്കിൽ ഉറങ്ങാതിരിക്കാം എന്നുള്ള രീതിയും നമുക്ക് ഭൂഷണമല്ല ഒരു വിശ്വാസി എന്ന നിലയിൽ എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതേപോലത്തെ മറ്റൊരു സംഗതിയാണ് ഭക്ഷണ ക്രമീകരണം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകുന്ന മഹത്തായ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. ആ ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് ഗ്ലൂക്കോസായും പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജമായിട്ടുമൊക്കെയും പരിവർത്തിക്കപ്പെടുന്നത് ഈ ഭക്ഷണമാണ്. അതുകൊണ്ട് ഭക്ഷണ രംഗത്ത് നമ്മളുണ്ടാക്കുന്ന തെറ്റായ പ്രവണതകൾ ഈ ദഹന പ്രക്രിയയെ, മെറ്റബോളിസം എന്ന് പറയുന്ന ഈ സിസ്റ്റത്തെ തന്നെയും തകിടം മറിയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾ എമ്പാടുമുള്ളതായി നമുക്ക് കാണാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തൊക്കെയും കൃത്യമായ അടുക്കും ചിട്ടയും മതം നമുക്ക് നിർദ്ദേശിച്ചു തരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടുത്തെ ബദ്ധവൈരികളായ ആളുകൾ പ്രവാചകന്റെ അനുചരന്മാരെ കളിയാക്കാൻ, നിങ്ങളുടെ കൂട്ടുകാരൻ എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മൂത്രമൊഴിച്ചാൽ എങ്ങനെ കഴുകണം, എങ്ങനെ കാഷ്ടിക്കണം എന്നൊക്കെ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അഭിമാനത്തോടുകൂടി സ്വഹാബിമാർ അവിടെ പറഞ്ഞിരുന്നത്, അതേ, കൃത്യമായി തന്നെ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നത്. അപ്പോൾ മനുഷ്യർ എന്നുള്ള നിലയിൽ അവരുടെ ബയോളജിക്കൽ നീഡാണ് ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ വിസർജിക്കുക എന്നത്. പക്ഷെ ആ രംഗത്തൊരു വിശ്വാസിക്ക് പാലിക്കേണ്ടുന്ന കൃത്യമായ മര്യാദകളും അതേപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമിതമായിട്ടുള്ള വണ്ണവും വിഷാദ രോഗം, ഡിപ്രഷനും അതേപോലെ തന്നെ ഉത്കണ്ഠയും ഇതൊക്കെയും നമ്മുടെ തെറ്റായ ജീവിത ശൈലിയിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക എന്ന് പറയുമ്പോൾ ആ തിരിച്ചു നിർത്തുന്ന ഈ ജീവിതക്രമം എന്ന് പറയുന്നത് ഒരു പ്രകൃതിക്ക് യോജിക്കാത്ത യാതൊന്നും അവിടെയില്ല. ശുദ്ധമായ പ്രകൃതിയോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയായി മതമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കൃത്യമായി പാലിക്കുക എന്നതാണ്.
ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ച നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റിരുന്നു. ആ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ശീലമാക്കി നമുക്ക് മാറ്റിയെടുക്കാം. നമ്മിൽ രാത്രി നമസ്കാരം ഇല്ലാത്ത ആളുകൾക്ക് അതേ സമയം തന്നെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് 4 മണിക്ക് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് എങ്കിൽ 20 ദിവസം ഒരു മനുഷ്യൻ ഒരു ശീലം അവൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ 21ാമത്തെ ദിവസം അറിയാതെ അവനതിൻ്റെ ഭാഗമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു മാസക്കാലത്തോളം ഇത് കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ രാത്രി നമസ്കാരം നമ്മുടെ ഒരു ശീലമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. എന്നാൽ എത്ര ആളുകളുണ്ട് അങ്ങനെ അതൊരു ശീലമാക്കിയ ആളുകൾ? ഇനിയിപ്പോൾ അത്താഴമൊന്നുമില്ലല്ലോ, ഒന്നും കൂടി കിടന്ന് ഉറങ്ങാം എന്ന് മനസ്സിലാക്കി വീണ്ടും പുതച്ചു മൂടി സുഖമായി കിടക്കുന്നവരാണ് നമ്മൾ. ആ ശീലം മാറ്റണമെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരുപാട് നന്മകൾ നമ്മൾ വിസ്മരിച്ചു കളയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചെടുക്കാൻ, വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. സഹോദരങ്ങളെ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സമയം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത്. സമകാലിക ലോകത്ത് മനുഷ്യരൊക്കെയും പറയുന്നൊരു പരാതിയുണ്ട്. അത് നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്, സമയമില്ല. ഒരു ഖുർആൻ ക്ലാസ്സിന് വിളിച്ചാൽ നമ്മൾ പറയും സമയമില്ല. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യോഗത്തിനൊരു കൂടിയാലോചന, നാട്ടിലെ പ്രധാന പ്രശ്നം എന്ന് ആലോചിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്നതിൽ പകുതി ആൾക്കാരും പറയുന്ന ഉത്തരം സമയമില്ല എന്നതാണ്. എന്നാൽ ഈ സമയം അവർ എവിടെയാണ് ചെലവഴിക്കുന്നത്? ഒരു വിശ്വാസി അന്വേഷിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നത് വരെയും അറിവ് സമ്പാദിക്കാൻ കഴിയാത്ത, വർദ്ധിപ്പിക്കാൻ കഴിയാത്തൊരു ദിവസം, വിശ്വാസവും ഭക്തിയും വർദ്ധിക്കാൻ കഴിയാത്തൊരു ദിവസം, അതേപോലെ തൻ്റെ രക്ഷിതാവിലേക്ക് അടുപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്നൊരു ദിവസം, സൽക്കർമ്മങ്ങളിൽ ഒന്നുപോലും ചെയ്യാൻ പറ്റാത്തൊരു ദിവസം. അങ്ങനെയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആയുസ്സിനോട് കാണിക്കുന്ന അനാദരവാണ് എന്നതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അനുചരിൽപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് റിവായത്ത് ചെയ്യുകയാണ്. അദ്ദേഹം പറയാം, മാ നദംതു അലാ ഷൈഇൻ, ഞാൻ ഒരു കാര്യത്തിൻ്റെ പേരിലും വല്ലാതെ ഖേദിച്ചിട്ടില്ല, വിഷമിച്ചിട്ടില്ല. നദമി, ഞാൻ ഖേദിച്ച കാര്യം, അലാ യൗമി അറബത് ഷംസഹു നഖസ ഫീഹി മിൻ അജലി, എൻ്റെ ആയുസ്സിൽ നിന്ന് സൂര്യൻ അസ്തമിച്ച് ആയുസ്സിൽ നിന്ന് കുറഞ്ഞു പോയ ദിവസത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും വേദനിച്ചിട്ടുള്ളത്. അത് എന്തിൻ്റെ വേദനയായിരുന്നു? വലം യസ്ദുദ് ഫീഹി അമലി, നന്മയിൽ ഒന്നും വർദ്ധിപ്പിക്കാൻ കഴിയാത്ത, ഒരു സൽക്കർമ്മവും ചെയ്യാൻ കഴിയാതെ എൻ്റെ ജീവിതത്തിൽ കൊഴിഞ്ഞു പോയിട്ടുള്ള എൻ്റെ ആയുസ്സിനെ ഓർത്ത് ദുഃഖിച്ചത്രയും ദുഃഖം മറ്റൊരു കാര്യത്തിലും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു പോലും നോക്കാത്ത ഒരു ഭാഗത്തെ പറ്റിയാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന്റെ ഇഹത്തിലും പരത്തിലുമുള്ള വിജയം എന്ന് പറയുന്നത് സമയത്തെ എത്ര കണ്ട് വിനിയോഗിച്ചു എന്ന അർത്ഥത്തിലാണ്, എത്ര കണ്ട് ഉപയോഗപ്പെടുത്തി എന്ന അർത്ഥത്തിലാണ്. നമ്മളത് റമദാനിൽ കൂടുതലായി നമ്മൾ ചർച്ച ചെയ്തതാണ്. തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഈ റൊട്ടീനിലും നമ്മൾ എന്താണ് ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കൃത്യമായൊരു അവബോധം നമുക്കുണ്ടാകണം. പലരും റിട്ടയർമെന്റ് കാലം എന്ന് പറയുന്നത് ഇനി എന്തു ചെയ്യുമെന്ന ഒരു രൂപമില്ലാതെ പോകാറുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. അള്ളാഹു അവൻ്റെ കിതാബിലൂടെ നമ്മളോട് അറിയിച്ചത്, ഫൈദാ ഫറഗ്ത ഫൻസബ്, ഒന്നിൽ നിന്ന് നീ വിരമിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിൽ നീ വ്യാപൃതനായി കൊള്ളുക എന്നതാണ്. ഈ ദുനിയാവ് എന്ന് പറയുന്നത്, ഹസൻ ബസരി പറയാം, ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ പ്രവൃത്തിയുടെ ലോകമാണ്, പ്രതിഫലത്തിൻ്റെ ലോകമല്ല ഇത്. ഇത് പ്രവൃത്തിയുടെ ലോകമാണ്. പ്രവൃത്തിയുടെ ലോകത്ത് ഒരാൾ കയ്യും കെട്ടിയിരുന്നാൽ പ്രതിഫലം വാങ്ങേണ്ടുന്ന പരലോകത്ത് അയാൾ നിരാശനായി പോകും. തിരിച്ചറിയേണ്ട കൃത്യമായ പാഠമാണ്. എപ്പോഴാണ് നമ്മുടെ ആയുസ് അവസാനിച്ചു പോവുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായ പ്രവർത്തനങ്ങൾ, 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അറിവ് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത, വിശ്വാസവും ഭക്തിയും വർദ്ധിപ്പിക്കാത്ത, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാത്ത,
സൽക്കർമ്മങ്ങളിൽ ഒന്നുപോലും സമ്പാദിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ദിവസം ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. ആ രീതിയിൽ സമയത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ ഞാനും നിങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത നമുക്കെല്ലാവർക്കും സുപരിതമായൊരു ഹദീസിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ലാ തസൂമു ഖദമ അബ്ദിൻ, ഒരു ദാസന്റെ 2 കാൽപ്പാടുകൾ ചലിക്കാൻ, മുന്നോട്ട് നീക്കാൻ അള്ളാഹു സമ്മതിക്കുകയില്ല യൗമൽ ഖിയാമത്തി, പുനരുദ്ധാന നാളിൽ. ആ ചോദ്യത്തിൽ ഹത്താ യുസ്അലു അൻ ഉമരിഹി, അവന്റെ ആയുസ്സിനെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ ഒരു ചോദ്യം ഉണ്ടാവുക. ഫീമ അഫ്നാഹു, എവിടെയാണത് തുലച്ചു കളഞ്ഞത്? 60ഉം 70ഉം വയസ്സൊക്കെ ലഭിച്ച ആളുകൾ ആ ആയുസ്സിനിടയിലുള്ള ഈ സമയം അല്ലെങ്കിൽ ഈ സന്ദർഭങ്ങൾ എവിടെ കൊണ്ടുപോയി തുലച്ചു കളഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് കൃത്യമായ ഉത്തരം പറയാതെ ഒരാളുടെയും കാലടികളെ മുന്നോട്ട് വയ്ക്കാൻ അള്ളാഹ് സമ്മതിക്കുകയില്ല എന്ന് പറയുന്നത്. അപ്പം അത്രയും ഗൗരവമുള്ള ഒരു ഭാഗമാണ് പറഞ്ഞത്. അപ്പോൾ 3 കാര്യങ്ങളാണ് വിസ്മരിക്കുന്ന നമ്മുടെ കടമകളുടെ ഭാഗത്ത് ഇന്ന് നമ്മൾ സൂചിപ്പിച്ചത്. ഒന്ന്, നമ്മളുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട മര്യാദകളാണ്. നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യുന്ന ആ ഒരു നല്ല സുന്നത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. രണ്ടാമത്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃത്യമായ രീതിയിൽ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ച മര്യാദകൾ ഭക്ഷണ രംഗത്ത് അനുവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതേപോലെ നമ്മുടെ സമയം, നമ്മുടെ ദിവസം, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നേടിയെടുക്കാത്തൊരു ദിവസവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. ആ നിലയിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ യഥാവിധി നിറവേറ്റുന്നതോടൊപ്പം തന്നെ നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഈ കടമകളെ കൃത്യമായി ഓർത്തെടുക്കുന്ന നല്ല വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.